നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനവുമായി ബന്ധപ്പെട്ട് യു നരേന്ദ്രൻ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ്, അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിലമ്പൂരിലേക്ക് ഈ പുതിയ വികസനം വരുമ്പോൾ, റെയിൽവേക്ക് പുതിയ വികസനം വരുമ്പോൾ നമുക്കറിയാം, പണ്ട് കാലത്ത് തുടങ്ങിയ, തേക്കുകൊണ്ടാകാൻ വേണ്ടി തുടങ്ങിയ അന്നത്തെ പഴയ റെയിൽവേ ആണ്. ഇപ്പോൾ ഈ വികസനത്തിന്റെ ഈ അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനാക്കി അത്ര ഒരു വലിയ വികസനത്തിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം പ്രതീക്ഷയാണ് നാടിന് ഉള്ളത്? വലിയ പ്രതീക്ഷകളാണ് നമുക്ക് നിലമ്പൂർകാർക്കുള്ളത്. കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ നിലമ്പൂർ വികസനം വന്നിരിക്കുന്നത് ശരിക്കും റെയിൽവേ സ്റ്റേഷനിലാണ്. നിലമ്പൂരിന്റെ റെയിൽവേ സ്റ്റേഷന്റെ ആകെ പുറം മോടി തന്നെ മാറി. ഒരു നിലമ്പൂർ കോവിലകത്തെ അനുസ്മരിപ്പിക്കുന്ന, അല്ലെങ്കിൽ നിലമ്പൂർ കോവിലകം ഗേറ്റിനെ അനുസ്മരിക്കുന്ന ഒരു രൂപഭാവങ്ങളോട് കൂടിയിട്ടാണ് ഇപ്പോൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അതുപോലെ തന്നെ അതിന്റെ പാർക്കിംഗ് സൗകര്യങ്ങൾ, അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളായതോടുകൂടി അതിന്റെ പാർക്കിംഗ് സൗകര്യങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു. വളരെയധികം വണ്ടികൾക്ക് പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പൊ നിലമ്പൂരുള്ളത്. അതുപോലെ തന്നെ അതിലെ ഏതായാലും കാറായാലും ഓട്ടോ ആയാലും അതിലേക്ക് എൻട്രി ചെയ്യുന്നത് അത് സർക്കുലേറ്റിംഗ് വേ ആണ്. ശരിക്കും അവിടെ നിർത്തിത്തിരിക്കേണ്ട ആവശ്യമില്ല. അത് സർക്കുലേറ്റ് ചെയ്തിന് നിർത്താതെ തന്നെ അവർ തിരിച്ച് പോവാനുള്ള വലിയൊരു സൗകര്യം അത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമുകളുടെ സ്ഥിതി, ഒന്നാം പ്ലാറ്റ്ഫോമുകളുടെ മുഴുവൻ ഷെൽട്ടറായി കഴിഞ്ഞു. രണ്ടാം പ്ലാറ്റ്ഫോമിനും മുഴുവനായിട്ടില്ലെങ്കിലും അത് പകുതിയോളം ഷെൽട്ടറുകൾ വന്നു. ആളുകൾക്ക് വളരെ സുഖകരമായി നിന്ന് യാത്ര, അല്ലെങ്കിൽ റെയിൽവേ ട്രെയിനിനെ കാത്തു നിൽക്കാനുള്ള ഒരു സൗകര്യം ഈ ഷെൽട്ടർ ഫുള്ളായി വന്നതോടുകൂടി ഉണ്ടായി. അതുപോലെ തന്നെ നമുക്ക് AC വെയിറ്റിംഗ് ഹാളും നമുക്ക് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. AC വെയിറ്റിംഗ് ഹാളാണ്. ഒരു 30 രൂപ, വളരെ തുച്ഛമായ 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ആളുകൾക്കും അവിടെ സുഖകരമായി AC റൂമിൽ വെയിറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം നമുക്കുണ്ടായി. അതുപോലെ തന്നെ സെക്കൻഡ് പ്ലാറ്റ്ഫോമിനെ ബന്ധിപ്പിക്കാൻ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് അത് നിലമ്പൂരിൽ വന്നു. നിലവിൽ ഈ റെയിൽവേ സ്റ്റേഷൻ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഈ അവിടെ ലിഫ്റ്റ് സൗകര്യം, ഇതോടുകൂടി ഒരു ലിഫ്റ്റ് സൗകര്യം കൂടി റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായി. അങ്ങനെ ആകെ അടിമുടി മാറ്റങ്ങളാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോം എക്സ്റ്റൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 16-18 ബോഗികൾ നിർത്താനുള്ള ഒരു സൗകര്യം മാത്രമേ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനുള്ളൂ. അതിന്റെ പ്ലാറ്റ്ഫോം എക്സ്റ്റൻഷൻ വരുന്നതോടുകൂടി 24 ബോഗികൾ നിർത്താനുള്ള ഒരു വലിയ സൗകര്യം നമുക്ക് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ ഈ കുൽക്കല്ലൂരും മേലാറ്റൂരും ക്രോസിംഗ് സ്റ്റേഷനുകൾ വന്നതോടുകൂടി നമ്മുടെ യാത്രാ സൗകര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ കൂടുകയാണ്. കൂടുതൽ ട്രെയിനുകൾ വരാനുള്ള ചാൻസസ് നമുക്കുണ്ട്. ഇനി വേണാട് എക്സ്പ്രസ് വരെ കണക്ടിവിറ്റി നമുക്ക് നിലമ്പൂരിലേക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണ് നിലമ്പൂരുകാർ നിൽക്കുന്നത്. അങ്ങനെ നിരവധി മാറ്റങ്ങളോട് കൂടിയാണ് അമൃത് ഭാരത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. നിലമ്പൂരിന്റെ വലിയൊരു പ്രതീക്ഷയാണ്. നിലമ്പൂരിന്റെ മലയോര ജനങ്ങൾക്ക്, നിലമ്പൂരിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്ന വലിയ പ്രതീക്ഷകളോടുകൂടി നോക്കിക്കാണുന്ന ഒരു വലിയ മാറ്റത്തിനാണ് നിലമ്പൂർ തുടക്കം കുറിക്കുന്നത്. മറ്റൊരു കാര്യം നമുക്കറിയാം, ഈ നഞ്ചങ്കോടുമായിട്ട് നിലമ്പൂർ റെയിൽവേ ബന്ധിപ്പിക്കുന്ന ഒരുപാട് കാലങ്ങളായിട്ട് ഉയരുന്ന ആവശ്യമാണ്. പക്ഷേ ഇടതു സർക്കാർ വന്നപ്പോൾ അത് തലശ്ശേരി അങ്ങോട്ട് മാറ്റുകയുണ്ടായി. ഇപ്പോൾ പുതിയ സർക്കാർ മാറിയ സാഹചര്യത്തിൽ ഇതിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും ഒരു വലിയ പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് പുതിയ സർക്കാരിനുള്ളത്. നഞ്ചങ്കോടിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്നു എന്നുള്ളത് ഒന്നാം ബഡ്ജറ്റിൽ തന്നെ നമ്മൾ കണ്ടു. 2 കോടി രൂപയാണ് പ്രാഥമിക ചിലവുകൾക്കായിട്ട് വകയിരുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ വളരെ ഒരു നല്ല മാറ്റം ഗവൺമെന്റിന്റെ ആറ്റിറ്റ്യൂഡിൽ ഉണ്ടായി എന്നുള്ളത് എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. നഞ്ചങ്കോടൊക്കെ വരികയാണെങ്കിൽ നിലമ്പൂരല്ല, നമ്മുടെ ഈ മേഖലയാകെ മാറ്റിമറിക്കാൻ ഉതകുന്ന ഒരു വികസന കാര്യമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി, അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി നോക്കിക്കാണുന്ന വികസനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.